ഹലോ ചങ്ങായിമാരെ, അപ്പോൾ നമ്മുടെ സദ്യയുടെ മെയിൻ ഐറ്റങ്ങളിലൊന്നായിട്ടുള്ള സാമ്പാറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി പോകാം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നാണ് നമ്മൾ സാമ്പാർ കഷ്ണങ്ങൾ എടുക്കുന്നത്. ഇനി നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാമ്പാറിന് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ക്യൂബായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന പച്ചക്കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി, വഴുതനങ്ങ, ബീൻസ്, ചേന, കോവയ്ക്ക, മത്തങ്ങ, വെണ്ടയ്ക്ക, ചേമ്പ്, വെള്ളരിക്ക, സവാള, പച്ചക്കായ, ക്യാരറ്റ്, പടവലങ്ങ, ഉരുളക്കിഴങ്ങ്, മുരിങ്ങാക്കോല്, ഇത്രയുമാണ് നമ്മളെടുത്ത പച്ചക്കറികൾ. ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറികളും തന്നെ നമ്മുടെ ഈ സാമ്പാറിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാർ ഇടാൻ വേണ്ടിയിട്ട് സാമ്പാർ പരിപ്പാണ്, നമ്മുടെ ഈ ചുവന്ന പരിപ്പാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് കൊച്ചുള്ളിയാണ്, ചെറിയുള്ളി വേണം, പിന്നെ 2 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നീട് വേണ്ടത് കുറച്ച് വാളംപുളിയാണ്. നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിൽ വാളംപുളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കാം. നമ്മൾ കുക്കർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് നടുവേ കീറിയത് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. പിന്നീട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് വേണ്ടത് ഉപ്പാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് സാമ്പാറിന് ആവശ്യമായ അത്രയും വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുക്കർ മൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രം അടുപ്പത്ത് വെക്കാം. ആ പാത്രം ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്കയാണ്. ആദ്യം തന്നെ നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വാട്ടിയെടുക്കണം. കാരണം വെണ്ടയ്ക്ക നമ്മൾ സാമ്പാർ വേവിക്കുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമ്പാറിൽ ഭയങ്കരമായിട്ട് വെന്ത് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാട്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും വെണ്ടയ്ക്ക ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം. ഇതായപ്പോൾ നല്ലവണ്ണം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം. പിന്നീട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 വെളുത്തുള്ളിയും കൂടി നമ്മൾ ഇടുന്നുണ്ട്. അതുകൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. നമ്മുടെ ഉള്ളി ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണ്ടത് മുളക് പൊടിയാണ്, അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് വേണ്ടത് സാമ്പാർ പൊടിയാണ്, നമുക്ക് കുറച്ച് സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. നമുക്കതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്നുകൂടെ നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വാളംപുളിയുടെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വാളംപുളി എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെണ്ടയ്ക്ക നമ്മൾ വാട്ടിയെടുത്തതാണ്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അധികം ഒന്നും കുഴഞ്ഞു പോയിട്ടില്ല, നല്ലവണ്ണം നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് നമ്മുടെ സാമ്പാർ ഇവിടെ തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് അടപ്പ് ഓഫ് ചെയ്യാം. ഇനി അവസാനമായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സാമ്പാറിനൊന്ന് വറപൊട്ടിച്ചിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുത്ത് അടപ്പത്ത് വയ്ക്കാം. പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഷടപടേ എന്ന് പറഞ്ഞ് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 വറ്റൽമുളക് നെടുവേ കീറിയത്, പിന്നീട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. അതിന് നമ്മൾ വറപൊട്ടിച്ചത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. പിന്നീട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഓപ്ഷണലാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളവർക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇത്രയുള്ള നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സദ്യയിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു ഐറ്റമാണ് ഈ സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സദ്യയുടെ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.